പൊട്ടിച്ച് എടുക്കുക. ഇതല്ല പൊടിച്ചെടുത്തിട്ട് ഇതിൽ ഇടിച്ചിട്ട് ഇതെല്ലാം ഈ ഓടിൻ്റെ കഷ്ണം ഇത്രയും കൂടി പൊടിയാക്കണം. പൊടിഞ്ഞിട്ടില്ല, ഇതുപോലെ ഇടണം. കണ്ട ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇവിടെ കണ്ട, ഇവിടെ കാണാം കേട്ടോ, ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടിക, ഇതേപോലെ ഇഷ്ടിക എടുത്ത് പൊട്ടിക്കുക. അത് കണ്ട പൊട്ടിച്ചിട്ട് ചുറ്റും ഇടണം. ഇത് ഇത്ര മണ്ണ് ഇതുപോലെ മാറ്റേണ്ടി വരും. ഇതുപോലെ മണ്ണ് മാറ്റണം കേട്ടോ. മണ്ണ് മാറ്റിയിട്ടേ ഇടാവും. മണ്ണ് ചോട്ടിൽ നിന്ന് ഒരു 10-30 സെൻറ്റിമീറ്റർ മാറിയേ ഇടാവും. അകത്ത് ഇടാവും. ഇത്തിരി കപ്പലിൻ്റെ പിണ്ണൊക്കെ എടുക്കുക. ഇത്തിരി മണ്ണ്, പിന്നെ അത് കഴിഞ്ഞ് ഈ മണ്ണ് ഇതേപോലെ ചവറ്, വാഴയുടെ കുറച്ച് ചവറൊക്കെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഇടണം. നല്ലതാണ്. ഇത് കണ്ട, നമ്മളെ സാധനം ഇല്ല, അപ്പോൾ കാണിക്കാം കേട്ടോ. ഈ ചവറ് പുല്ലും അതും ഇതൊക്കെ ഇട്ടാൽ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ അറിയാം. ഇത് കപ്പലിൻ്റെ പിണ്ണാക്ക്. ഇതുണ്ട് കപ്പലിൻ്റെ പിണ്ണാക്കുണ്ട്. ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് കുറച്ചെടുത്തിട്ട്, ഇത് കഞ്ഞിവെള്ളമാണിത്. ഈ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഇതിങ്ങനെ ഇടുക. 2 ദിവസം പുളിപ്പിക്കണം കഞ്ഞിവെള്ളം. അപ്പോൾ ഇത് പഴങ്കഞ്ഞിവെള്ളം, ചോറും കൂടി പഴയതുണ്ടെങ്കിൽ നല്ലതാണ്. അത് പുളിപ്പിച്ചിട്ട് ഇതേപോലെ 2 ദിവസം ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ പുളിക്കുമ്പോൾ ഇതിനകത്ത് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ സ്ഥലത്ത് എല്ലായിടത്തും ഒരു 2 ലിറ്ററോളം മതിയാവും കേട്ടോ. അപ്പോൾ ഒരു 1 ലിറ്റർ, 1 കിലോ കടലപ്പിണ്ണാക്ക് മതി. പിന്നെ അത് കഴിഞ്ഞ് ഇത്തിരി എല്ലുപൊടി, വേണ്ട, സ്വല്പം മതി, കുറച്ച്. അത് ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് മൂടുക. കുറച്ച് പിന്നെ മണ്ണിട്ടൊക്കെ ഇത്ര മൂടുക. കുറച്ച് മൂടുക. അപ്പോൾ ചോട്ടിൽ നിന്ന് ഇവിടുന്ന് ഒരു 10-30 സെൻറ്റിമീറ്റർ മാറിയായിരിക്കണം കേട്ടോ. ചുറ്റിനുമാണ് ഇടേണ്ടത്. എന്നാൽ പിന്നെ നമ്മൾ ഇതിന് ചെറിയ മുരടിപ്പുണ്ട്. ഈ മുരടിപ്പ് മാറാനായിട്ട് ഒരു മാർഗം കൂടി ഉണ്ട്. അത് അപ്പോൾ ഇപ്പോൾ കഞ്ഞിവെള്ളം എടുക്കുക. ഇത് കഞ്ഞിവെള്ളം. ഈ കഞ്ഞിവെള്ളം എടുക്കുക. ഈ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇതിൽ ഒരു വിനാഗിരി, സ്വല്പം, ഒരു 2 അടപ്പ് വിനാഗിരി. ഇതുണ്ട് വിനാഗിരി ഉണ്ട്. ഈ വിനാഗിരി 2 അടപ്പ് എടുക്കുക. ഒരടപ്പ് ഇതിങ്ങനെ സ്പ്രേ ചെയ്യുക. പിന്നെ രണ്ടാമത് വേറെ ഒരെണ്ണമുണ്ട്. നമ്മുടെ ഈ തുളസിയില കണ്ട, ഈ തുളസിയെ ഉള്ളിങ്ങൾ ചതയ്ക്കണം. ഇതുണ്ട്, നല്ല ചതയ്ക്കണം. രണ്ടും ചതച്ച് നല്ലപോലെ ചതച്ച് പിന്നെ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് മൊത്തം വെള്ളത്തിലേക്ക്, സാധാരണ വെള്ളം, കഞ്ഞിവെള്ളം, ഈ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത്, ഇത് കഞ്ഞിവെള്ളമാണിത്, ഇതിൻ്റെ അകത്ത് ഇടുക. എന്നിട്ട് ഇത് അരിച്ചെടുക്കുക. അയച്ചിട്ട് എല്ലായിടത്തും സ്പ്രേ ചെയ്യുക. കീടബാധ അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം കൂടിയുണ്ട്. നമ്മളിത്ര കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് അരമുറി നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി,
സ്വല്പം മഞ്ഞപ്പൊടി ഓക്കെ, എന്നിട്ട് കലക്കുക. കലക്കിയിട്ട് നമ്മൾ ഇപ്പം ഇതിൽ ഒഴിച്ചാണ് ഇതുണ്ട് ഒഴിക്കുക. എന്നിട്ട് ഈ കലക്കിയില്ല ഒഴിച്ചിട്ട് ഇത് നിങ്ങൾ സ്പ്രേ ചെയ്താൽ മതി. എന്തെങ്കിലും മുരടിപ്പോ അതും ഇതൊക്കെ കീടബാധ അതും ഇതും ഉണ്ടെങ്കിൽ വാസന. പിന്നെ ശർക്കര പൗഡർ എടുക്കുക. സ്വല്പം ചവർപ്പ് സ്വല്പം ഇതിന് കലക്കിയിട്ട് നമ്മൾ ഇതിലൊക്കെ ഒഴിച്ച് നമ്മൾ സ്പ്രേ ചെയ്യുക ഇതെല്ലാത്തിലും. അപ്പോൾ ഇതിൻ്റെ പ്രധാന പുഴു പോവും. ഈ പുഴു എന്ന് വെച്ചാൽ ഉറുമ്പ്. ഇതിൻ്റെ പ്രത്യേകത ഉറുമ്പ് വരും. ഉറുമ്പ് വരുമ്പോൾ ഇതിലുള്ള പുഴുവിനേക്കെ ഇത് നമ്മൾ ഈ കറിവേപ്പിലേക്ക് മാത്രമല്ല പച്ചക്കറി അതുപോലെയുള്ള ഇതിനൊക്കെ ചെയ്യാവുന്ന ഒരു ഐഡിയയാണ്. പുഴു വരുമ്പോൾ ഉറുമ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മധുരത്തിൻ്റെ ആയിട്ട് ഉറുമ്പ് വരും. ഉറുമ്പ് എല്ലായിടത്തും കയറിയിട്ട് ഈ പുഴുവിനെ തിന്നും. അപ്പോൾ പുഴുവെല്ലാം ചത്തുപോകും. അപ്പോൾ പുഴുവെല്ലാം ചത്തു കഴിയുമ്പോൾ ഉറുമ്പിന് പിന്നെ ആഹാരം ഇല്ല. അപ്പോൾ പുഴുവും ചത്ത് ഉറുമ്പ് അവിടെ നിന്ന് സ്ഥലവും വിടും. അപ്പോൾ ഇതൊരു ഐഡിയയാണ്. അപ്പോൾ ഇത് പച്ചക്കറികളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഐഡിയയാണ്. പിന്നെ ഇത് ഈ കറിവേപ്പില എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല. നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഞാൻ പോയി കഴിച്ചിട്ടുള്ളതാണ്. ഹോട്ടലിൽ കയറിയപ്പോൾ ഇതുപോലെ കുടിവെള്ളം വേണ്ടത് ശരീരത്തിന് നല്ലതാണ്. അതുപോലെ ദഹനശക്തിക്ക് നല്ലതാണ്. പിന്നെ വയറേടി അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് പിന്നെ വേറെ മാറുമെന്നാണ്. വിഷാംശത്തെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ കറിവേപ്പില. അപ്പോൾ കറിവേപ്പില ഈ തിളപ്പിച്ച് കുടിക്കുന്നത് നല്ല. രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. വണ്ണം കുറയും. പിന്നെ എന്തായാലും ദഹനത്തിനൊക്കെ നല്ലതാണ്. ഇതായിട്ട് ശരീരത്തിന് ആരോഗ്യമുള്ളതാണ്. അപ്പോൾ ഇത് രാവിലെ കുറച്ച് കറിവേപ്പില അരച്ചിട്ട് വെള്ളത്തിൽ കലക്കി കുടിച്ചാലും കുഴപ്പമില്ല. വിഷാംശത്തെ നീക്കുന്ന ഒരു സാധനമാണ്. ഇത് ഹിമാലയത്തിനാണ് ആദ്യം കണ്ടത് ഈ ഇന്ത്യയിൽ. പിന്നെ ഇന്ത്യയുടെ എല്ലായിടത്തുമായി ഇപ്പം ഇത് വ്യവസായമായിട്ട് അന്യസംസ്ഥാനക്കാരൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ചൊക്കെ ഇത്തിരി ചാണകം ഇതിൻ്റെ കൂടെയൊക്കെ ഇട്ടതൊക്കെ നല്ലതാണ്. ചാണകവെള്ളം കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ചാണകം വെള്ളമായിട്ട് കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ മറ്റു കീടബാധ വരാൻ സാധ്യതയില്ല. ചാണകം ഇത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഞാൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ ഇരിക്കണം ഇപ്പം കാണിക്കുന്ന മരം അതുപോലെ വളർന്ന് വന്നാണിത്. ഞാനിങ്ങനെ ചെയ്തിട്ടാണ്. പിന്നെ ഇങ്ങനെയൊക്കെ കഞ്ഞിവെള്ളം. പിന്നെ ഈ തൈ നടിയാണെങ്കിൽ ഇങ്ങനെയുള്ള വേരിൽ നിന്ന് വന്ന തൈ ഒരിക്കലും നട്ടുപോകരുത്. കാര്യം എന്ന് വെച്ചാൽ അത് ആക്റ്റീവായിട്ട് വളരാൻ സാധ്യത കുറവാണ്. നമ്മൾ കുരു കിളിപ്പിച്ച് ഇത്ര എടുത്തിട്ട് പറിച്ചു നടിയല്ല. 30 സെൻറ്റ് പൊക്കാവുമ്പോൾ അത് മാറ്റി നടാവുന്നതാണ്. പിന്നെ ഒരു പ്രധാന ഈ തൈ നടുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. മാറിയാണ് നിൽക്കണത്. വീടിനടുത്ത് നിന്ന ദോഷം എന്നൊക്കെയാണ്